നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ഹിതപരിശോധന പൂർത്തിയാകാൻ ഇനി 3 ഘട്ടങ്ങൾ കൂടി. അതിലൊരു ഘട്ടം മറ്റന്നാൾ നടക്കും. ദേശീയ രാഷ്ട്രീയത്തിലെ വലിയ മുഖങ്ങൾ ജനവിധിക്ക് വിധേയമാകുന്ന ദിവസം. അതിനുശേഷം 2 ദിനം കൂടിയുണ്ട് അത്തരത്തിൽ വോട്ടെടുപ്പിന്. അതും പൂർത്തിയായാൽ 3 ദിവസം കഴിഞ്ഞാൽ അധികാരത്തിന്റെ ഈ കേന്ദ്രങ്ങളിൽ, ഈ താക്കോൽ സ്ഥാനങ്ങളിൽ ആരെ എന്നറിയാനുള്ള വിധി പ്രഖ്യാപന ദിവസമാണ്. നിർണായകമായ ഈ ഘട്ടത്തിൽ വോട്ട് ഇന്ത്യ അതിന്റെ പുതിയ പതിപ്പ് ഇവിടെ ഡൽഹിയിൽ നിന്ന് തുടങ്ങുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് വരാം. ആദ്യം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നോക്കിയ ശേഷം. ജനവിധിക്കൊരുങ്ങി ഗുജറാത്തും തെലങ്കാനയും പഞ്ചാബും. പരസ്യപ്രചാരണത്തിന് സമാപനം. വോട്ടെടുപ്പ് മറ്റന്നാൾ. ജനവിധി തേടുന്നവരിൽ മോദിയും സോണിയയും ജെറ്റ്ലിയും. 7ാം ഘട്ടത്തിൽ ആകെ വോട്ടെടുപ്പ് 9 സംസ്ഥാനങ്ങളിലെ 89 മണ്ഡലങ്ങളിൽ. വാക്പോരും മുന്നോട്ട്. പാവങ്ങളുടെ വീട്ടിൽ ഉറങ്ങാൻ മോദിയെ വെല്ലുവിളിച്ച് രാഹുൽ. ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് മറുപടിയുമായി മോദി. ഐക്യാന്ധ്രയുടെ അവസാന ജനവിധിക്കും മറ്റന്നാൾ തുടക്കം. തെലങ്കാനയിലെ നിയമസഭാ മണ്ഡലങ്ങളിലും മറ്റന്നാൾ വോട്ടെടുപ്പ്. ഒൻപത് സംസ്ഥാനങ്ങളാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തുക. അതിൽ ഉത്തർപ്രദേശുണ്ട്, അതുപോലുള്ള പ്രധാനപ്പെട്ട മേഖലകളുണ്ട്. ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഗുജറാത്തും പഞ്ചാബും ഒറ്റഘട്ടമായി മറ്റന്നാൾ വിധി കുറിക്കപ്പെടുന്നു എന്നതാണ്. അതിനൊപ്പം തന്നെ ഐക്യ ആന്ധ്രയുടെ ഭാഗമായി ഈ ഘട്ടത്തിൽ ആന്ധ്രയിലെ ആദ്യഘട്ട ജനവിധി നടക്കുന്നു എന്നതും ഈ ഘട്ടത്തെ ശ്രദ്ധേയമാക്കും. ആ റിപ്പോർട്ട് കണ്ട ശേഷം തിരിച്ചു വരാം. ആകെ 89 സീറ്റുകളിലാണ് ബുധനാഴ്ച 7ാം ഘട്ട വോട്ടെടുപ്പ്. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിലും അന്ന് ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാകും. മോദി വഡോദരയിലും LK അദ്വാനി ഗാന്ധിനഗറിലും ജനവിധി തേടുന്നു. ഗുജറാത്തിൽ ഇപ്പോൾ 16 സീറ്റുള്ള BJP ഇക്കുറി 20-ലേറെയാണ് ലക്ഷ്യമിടുന്നത്. BJP അകാലിദൾ സഖ്യം ഭരിക്കുന്ന പഞ്ചാബിലെ 13 സീറ്റിലും പ്രചാരണം പൂർത്തിയായി. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് അരുൺ ജെയ്റ്റ്ലിയും മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗും ഏറ്റുമുട്ടുന്ന അമൃത്സറിലാണ് ഏറ്റവും കടുത്ത പോരാട്ടം. ആന്ധ്രയിൽ തെലങ്കാന മേഖലയിലെ 17 ലോക്സഭാ സീറ്റുകളിലും 119 നിയമസഭാ സീറ്റുകളിലും പ്രചാരണം പൂർത്തിയായി. TRS, കോൺഗ്രസ്, TDP, BJP, YSR കോൺഗ്രസ് തുടങ്ങിയ കക്ഷികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഫലം ചരിത്രമാകും. സോണിയാഗാന്ധി, രാജ്നാഥ് സിംഗ്, മുരളി മനോഹർ ജോഷി തുടങ്ങിയവരുടെ മണ്ഡലങ്ങളിലടക്കം 14 സീറ്റിലാണ് ഉത്തർപ്രദേശിൽ ബുധനാഴ്ച വോട്ടെടുപ്പ്. കഴിഞ്ഞ തവണ JDU BJP സഖ്യം തൂത്തുവാരിയ വടക്കൻ ബീഹാറിലാണ് ഇക്കുറി 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 7-ൽ 5 JDUവിന്റെയും 2 BJPയുടെയും സിറ്റിംഗ് സീറ്റുകളാണ്. ഇക്കുറി ഇരു പാർട്ടികളും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ കഴിഞ്ഞ തവണ 5 വിജയിച്ച RJDയും കച്ചമുറുക്കി കഴിഞ്ഞു. JDU അധ്യക്ഷൻ ശരത് യാദവ് മത്സരിക്കുന്ന മധേപുരയാണ് ബീഹാറിലെ VIP മണ്ഡലം. മനോരമ ന്യൂസ്, ഡൽഹി. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വലിയ മുഖങ്ങളാണ്, ഹെവി വെയ്റ്റ്സ് ആണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിൽ ജനവിധിക്ക് വിധേയമാകാൻ പോകുന്നത്. അതിൽ നരേന്ദ്രമോദിയുണ്ട്, സോണിയാഗാന്ധിയുണ്ട്, അരുൺ ജെയ്റ്റ്ലി പോലുള്ള വലിയ ദേശീയ നേതാക്കളുണ്ട്. അത് ആരൊക്കെയെന്ന് വിശദമായി പറയും S. ശ്യാംകുമാർ. ലോക്സഭയിലേക്കുള്ള 7ാം അംഗത്തിനിറങ്ങുന്ന LK അദ്വാനി തന്നെയാണ് 7ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർക്കിടയിലെ കാരണവർ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്ന് അദ്വാനി വോട്ട് തേടുമ്പോൾ അധികം അകലെയല്ലാതെയുള്ള വഡോദര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങളിൽ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയുടെ പേരുമുണ്ടാകും. പ്രചാരണ രീതികളിലൂടെയും പ്രസ്താവനകളിലൂടെയും വിവാദങ്ങളേറെ ഉണ്ടാക്കിയ കോൺഗ്രസ് നേതാവ് മധുസൂദൻ മിസ്ത്രിയാണ് മോദിയുടെ എതിരാളി. JDU അധ്യക്ഷൻ ശരത് യാദവും RJD-കാരൻ പപ്പു യാദവും തമ്മിൽ ഏറ്റുമുട്ടുന്ന മധേപുരയാണ് ബീഹാറിലെ ശ്രദ്ധേയ മണ്ഡലം. 7ാം ഘട്ടത്തിൽ ജമ്മു കശ്മീരിൽ ഒരൊറ്റ മണ്ഡലത്തിലെ പോളിംഗ് ഉള്ളെങ്കിലും നാഷണൽ കോൺഫറൻസ് നേതാവും കേന്ദ്രമന്ത്രിയുമായ ഫറൂഖ് അബ്ദുള്ളയുടെ സ്ഥാനാർത്ഥിത്വമാണ് ശ്രീനഗറിലെ മത്സരത്തെ ശ്രദ്ധേയമാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അർദ്ധ സഹോദരനെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ BJP വേദിയാക്കിയ പഞ്ചാബിലെ അമൃത്സറിലാവും 7ാം ഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് തീ ആളിക്കത്തുക. ലോക്സഭയിലേക്കുള്ള കന്നി അംഗത്തിനിറങ്ങിയ BJPയിലെ കരുത്തൻ അരുൺ ജെയ്റ്റ്ലിയെ നേരിടാൻ മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിനെയാണ് കോൺഗ്രസ് കൈപിടിച്ചിറക്കിയത്. മകളുടെ പ്രചാരണത്തിന്റെ കരുത്തിൽ ഭൂരിപക്ഷം കൂട്ടാൻ സോണിയാഗാന്ധി ഇറങ്ങുന്ന റായ്ബറേലിയാണ് ഉത്തർപ്രദേശിലെ താരമണ്ഡലങ്ങളിൽ ഒന്നാമത്. BJPയുടെ അജയ് അഗർവാളാണ് എതിർപക്ഷത്ത്. BJP ദേശീയ അധ്യക്ഷൻ രാജ്നാഥ് സിംഗ് ഇറങ്ങുന്ന ലഖ്നൌവും ഉമാഭാരതി ഭാഗ്യം പരീക്ഷിക്കുന്ന ഝാൻസിയുമാണ് UPയിലെ മറ്റ് ശ്രദ്ധേയ മണ്ഡലങ്ങൾ. It's not a highly personalized thing, it is a representative wave. പാർട്ടി അവകാശപ്പെടുന്ന മോദി തരംഗം ഇനിയും കാണാത്ത BJP നേതാവ് മുരളി മനോഹർ ജോഷി കാൺപൂരിൽ നിന്ന് വോട്ട് തേടുമ്പോൾ
മത്സരം കടുപ്പിച്ച് സിറ്റിംഗ് എംപിയും കേന്ദ്രമന്ത്രിയുമായ ശ്രീപ്രകാശ് ജയ്സ്വാളും കോൺഗ്രസിനു വേണ്ടി കളത്തിലുണ്ട്. ആന്ധ്രാപ്രദേശിലെ മെഹബൂബ് നഗറിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിലിറങ്ങുന്ന കേന്ദ്രമന്ത്രി ജയ്പാൽ റെഡ്ഡിയുടെയും മേധക്കിൽ നിന്ന് മത്സരിക്കുന്ന TRS നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ചന്ദ്രശേഖർ റാവുവിന്റെയും പേരുകൾ കൂടി ചേരുന്നതോടെ 7ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖരുടെ പട്ടിക ഏറെക്കുറെ പൂർത്തിയാകും. ഡൽഹിയിൽ നിന്ന് എസ് ശ്യാംകുമാർ, മനോരമ ന്യൂസ്. ആരോപണം പ്രത്യാരോപണം അങ്ങനെ ശബ്ദമുഖരിതമായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ദേശീയ നേതാക്കളെല്ലാം. നരേന്ദ്രമോദിയും ഫറൂഖ് അബ്ദുള്ളയും തമ്മിലുള്ള വാക്പോരിന്റെ ഒരു തുടർച്ച ഇന്ന് കണ്ടു. രാഹുൽ ഗാന്ധി പാവങ്ങളുടെ വീട്ടിൽ ഉറങ്ങാൻ തയ്യാറുണ്ടോ നരേന്ദ്രമോദി എന്ന് ചോദിച്ച് രംഗത്ത് വരുന്നതും കണ്ടു. അതേക്കുറിച്ച് ആ വാക്പോരിനെ കുറിച്ച് ജോജി ജെയിംസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാജ്യത്തിന്റെ മതേതര സ്വഭാവം നഷ്ടമായാൽ കശ്മീർ ഒപ്പമുണ്ടാകില്ലെന്ന ഫറൂഖ് അബ്ദുള്ളയുടെ പ്രസ്താവനയോട് രൂക്ഷമായ ഭാഷയിലാണ് മോദി പ്രതികരിച്ചത്. രാജ്യത്തിന്റെ മതേതരത്വം തകർക്കുന്ന നിലപാട് സ്വീകരിച്ചത് ഫറൂഖ് അബ്ദുള്ളയും കുടുംബവുമാണ്. തന്റെ രക്തത്തിൽ മതേതരത്വമുണ്ട്. കശ്മീരിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് ഉത്തരവാദി ഫറൂഖ് അബ്ദുള്ളയാണെന്നും മോദി ആരോപിച്ചു. भारत की हजारों साल की महान सेक्युलरिज्म की परंपरा को सबसे बड़ी चोट, गहरी चोट अगर कहीं पड़ी है तो कश्मीर में पड़ी है, और वो भी श्रीमान फारूक अब्दुल्ला जी आपके पिताजी की राजनीति के चलते हुआ है. മമതാ ബാനർജിയെ അപഹസിച്ചതിന് മോദി മാപ്പ് പറയണമെന്നാണ് തൃണമൂലിന്റെ ആവശ്യം. മമതയുടെ ഒരു പെയിന്റിംഗ് 1,86,00,000 രൂപയ്ക്കാണ് വിറ്റതെന്ന മോദിയുടെ പ്രസ്താവനയാണ് തൃണമൂലിനെ പ്രകോപിപ്പിച്ചത്. ഗുജറാത്തിലെ കശാപ്പുകാരനായ മോദിയുടെ കരങ്ങളിൽ രക്തക്കറയുണ്ടെന്നും തൃണമൂൽ നേതൃത്വം വിമർശിച്ചു. താൻ ദളിത് കുടിലുകളിൽ അന്തിയുറങ്ങുന്നതിനെ വിമർശിക്കുന്ന മോദി ഒരിക്കലെങ്കിലും പാവപ്പെട്ടവന്റെ വീട്ടിൽ താമസിക്കാൻ തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിച്ച് कांग्रेस उपाध्यक्ष राहुल गांधी प्रस्तावना युद्धത്തിന്റെ ഭാഗമായി. मोदी जी ने गुजरात को खड़ा कर दिया, अब वो हिंदुस्तान को खड़ा करेंगे और ऐसे आकर वो भाषण देते हजारों लोगों के सामने कहते हैं कि भैया मैंने गुजरात को खड़ा किया. തിരഞ്ഞെടുപ്പ് 7ാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ തീരെ നിലവാരമില്ലാത്ത തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. അവശേഷിക്കുന്ന 2 ഘട്ടങ്ങളിൽ ഈ ആരോപണ പ്രത്യാരോപണ യുദ്ധം കൂടുതൽ മോശമാകും. ജോജി ജെയിംസ്, മനോരമ ന്യൂസ്, ഡൽഹി. ഇനിയൊന്ന് ആന്ധ്രയിലേക്ക് പോകാം. തീർച്ചയായും ഐക്യ ആന്ധ്രാപ്രദേശ് എന്ന നിലയിൽ അവർ ജനവിധി തേടുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പിന് കൂടിയാണ് മറ്റന്നാൾ തെലങ്കാന മേഖലയിൽ തുടക്കമാകുന്നത്. 17 ലോക്സഭാ മണ്ഡലങ്ങൾ, ഒപ്പം 119 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും. എന്താണ് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയാൻ ജയമോഹൻ ഹൈദരാബാദിൽ നമ്മോടൊപ്പം തത്സമയമുണ്ട്. ജയമോഹൻ, എല്ലാവർക്കും നിർണായകമാണ്, അവിടുത്തെ പ്രധാന പാർട്ടികൾക്കെല്ലാം നിർണായകമാണ്. പ്രത്യേകിച്ച് എന്ത് സംഭവിക്കുമെന്ന ആശങ്കയുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആർക്കാണ് ആധിപത്യം അല്ലെങ്കിൽ മുൻതൂക്കം എന്ന് പറയാവുന്ന ഒരു സാഹചര്യമുണ്ടോ? പ്രചാരണം അവസാനിക്കുമ്പോൾ പ്രവചനത്തിന് അതീതമായ ഒരു രാഷ്ട്രീയ രംഗമാണ് തെലങ്കാനയിൽ കാണാൻ കഴിയുക. എങ്കിലും TRSന് ഒരു മേൽക്കൈ നൽകിക്കൊണ്ടാണ് ഇവിടെ പ്രചാരണം അവസാനിച്ചിരിക്കുന്നത് എന്ന് പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ വെറും 2 സീറ്റ് ഉണ്ടായിരുന്ന TRS ഇപ്പോൾ 2 അക്കത്തിൽ എത്തുമെന്ന ഒരു പ്രതീക്ഷയിലാണ്. 10 സീറ്റ് അടുപ്പിച്ച് ലഭിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയാണ് TRS കേന്ദ്രങ്ങൾക്ക് ഉള്ളത്. ലോക്സഭാ സീറ്റുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക. എങ്കിലും സീമാന്തരവുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിന് ആന്ധ്രാപ്രദേശിൽ ഏറെ പ്രതീക്ഷയുള്ള ഒരു ഭാഗം താരതമ്യേന തെലങ്കാന തന്നെയാണ് എന്ന് പറയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുക്കുമ്പോഴും TRSന് ഒരു മേൽക്കൈ ഉണ്ട് എന്ന് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ വ്യക്തമായിരുന്നു. പക്ഷേ ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള 60 സീറ്റുകൾ ഒറ്റയ്ക്ക് TRSന് നേടാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. ആ പാർട്ടിക്ക് തന്നെ അക്കാര്യത്തിൽ സംശയമുണ്ട്. TRSും കോൺഗ്രസുമായിട്ടായിരുന്നു നിയമസഭയിൽ പ്രധാന പോരാട്ടം നടന്നിരുന്നത്. കോൺഗ്രസിനും ഒരു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ അവരെ സഹായിക്കുന്ന പാർട്ടികളോടൊപ്പം ചേർന്നാൽ പോലും അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള നീക്കങ്ങൾ വളരെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ആര് കൂടുതൽ സീറ്റുകൾ നേടി വരുന്നു എന്നതും കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും തെലങ്കാനയിൽ ഒരു രാഷ്ട്രീയ ചിത്രം അവസാന ഘട്ടത്തിൽ ഉണ്ടാവുക തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായുള്ളത് TRSും കോൺഗ്രസും കഴിഞ്ഞാൽ പിന്നെ BJP, TDP സഖ്യമാണ്. അവർക്ക് അങ്ങനെ
വലിയ പ്രതീക്ഷകൾ ഈ ഘട്ടത്തിലില്ല. എങ്കിൽ പോലും ഒരു തൂക്കുസഭ ഉണ്ടാവുകയാണെങ്കിൽ ആരെ പിന്തുണയ്ക്കും എന്നുള്ളത് വളരെ രസകരമായ ഒരു കാഴ്ചയായിരിക്കും. വിചിത്രമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്ക് ഇതിനു മുമ്പും പേരുകെട്ട സംസ്ഥാനമാണ് ആന്ധ്ര. അതുകൊണ്ട് തന്നെ തെലങ്കാനയിൽ ഫലം വന്നു കഴിഞ്ഞും ചില നീക്കങ്ങൾ നാടകീയമായ ചില നീക്കങ്ങൾ തന്നെ നടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. എല്ലാ വികസന പ്രശ്നങ്ങളും അപ്രസക്തമായി ഒരു നേതാവിലേക്ക്, ആ നേതാവിൻ്റെ പാർട്ടിയിലേക്ക് എല്ലാ വിഷയങ്ങളും ആയുധങ്ങളും ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇത്ര ഘട്ടത്തിൽ, 6ാം ഘട്ടം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നരേന്ദ്രമോദി ഗുജറാത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നരേന്ദ്രമോദി ഗുജറാത്തിൽ ആകെയുള്ള 26 ലോക്സഭാ സീറ്റിൽ എത്ര നേടുമെന്നത് വളരെ നിർണായകമാണ്. മറ്റന്നാൾ ഗുജറാത്ത് പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ. ഗുജറാത്തിൽ നിന്നുള്ള റിപ്പോർട്ട് കണ്ട് തിരിച്ചു വരാം. നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് മോഡലും രാഹുൽ ഗാന്ധിയുടെ യുവചിന്തകളും തമ്മിലുള്ള പോരാട്ടമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. വികസന മാതൃകയുടെ പേരിൽ ഗുജറാത്ത് എന്ന സംസ്ഥാനം തെരഞ്ഞെടുപ്പിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കുന്നു. ഏറ്റവും ആത്മവിശ്വാസത്തോടെ BJP ബൂത്തിലേക്ക് പോകുന്നതും ഗുജറാത്തിൽ തന്നെ. തങ്ങളുടെ മുഖ്യമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നത് കാണാൻ നാട് കൊതിക്കുന്നുണ്ടാകാം. ആം ആദ്മിക്ക് മികച്ച സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്തില്ല. മോദിക്കെതിരെ മധുസൂദനൻ മിസ്ത്രിയെ ഇറക്കിയ കോൺഗ്രസിന്റെ പ്രതീക്ഷ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അത്ര തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ ഉണ്ടാകാറില്ല എന്നതാണ്. കഴിഞ്ഞ തവണ 9ഉം 2004-ൽ 12ഉം സീറ്റുകൾ BJP ഭരിക്കുന്ന മണ്ണിൽ കോൺഗ്രസിന് നേടാനായി. അതുകൊണ്ട് തന്നെ അവർ പ്രതീക്ഷ കൈവിടുന്നില്ല. വർഗീയ കാടിന്റെ ആനുകൂല്യം കോൺഗ്രസ് പ്രതീക്ഷിക്കുമ്പോൾ മോദിയെ മുസ്ലിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ലെന്ന് BJP ആവർത്തിക്കുന്നു. വികസനം എന്തെന്ന് കാണാൻ ഗുജറാത്തിൽ പോകണമെന്നാണ് കുറെ നാളുകളായി BJP പറയുന്നത്. അതന്വേഷിച്ച് അവിടെ ചെന്ന അരവിന്ദ് കെജ്രിവാളിനെ കൈകാര്യം ചെയ്തതും ജനങ്ങൾ കണ്ടു. ഊതിവീർപ്പിച്ച ബലൂൺ പൊട്ടുമെന്ന് ഗുജറാത്തിനെ നോക്കി കോൺഗ്രസ് പറയുമ്പോൾ 56 ഇഞ്ച് നെഞ്ചളവ് കാട്ടി ജനങ്ങളെ ആവേശഭരിതരാക്കുകയാണ് മോദി. ഗാന്ധിനഗറിലേത് അഡ്വാനിയുടെ വിടവാങ്ങൽ മത്സരമാകുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു. ചുരുക്കത്തിൽ ഗുജറാത്തുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ നടക്കുന്നത് രാജ്യത്തുടനീളമാണ്. ഈ സവിശേഷ സാഹചര്യത്തിലാണ് മോദിയുടെ വഡോദര ഉൾപ്പെടെയുള്ള ഗുജറാത്തിലെ മണ്ഡലങ്ങൾ വോട്ടെടുപ്പിനൊരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്. നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന്റെ ഗുജറാത്തിന് ഈ തെരഞ്ഞെടുപ്പിലുള്ള പ്രാധാന്യം വളരെ വലുതാണ്. അതേക്കുറിച്ച് പറയാൻ നമ്മോടൊപ്പം TJ ശ്രീലാൽ ചേരുന്നു. ശ്രീലാൽ, ഇപ്പോൾ 15 സീറ്റ് കഴിഞ്ഞ ലോക്സഭയിൽ ഗുജറാത്തിൽ നിന്ന് മോദിക്കുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഡൽഹി ലക്ഷ്യം വയ്ക്കുമ്പോൾ ഈ 15 മതിയാകില്ല. കുറച്ചുകൂടി കരുത്ത് കാട്ടി വരേണ്ട സാഹചര്യമുണ്ട്. അതിനൊത്തൊരു സാഹചര്യമാണോ ഇപ്പോൾ ഗുജറാത്തിൽ? തീർച്ചയായും ദാസ്, BJPക്ക് വലിയ വേരുകളുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. എന്നാൽ ഈ 26 സീറ്റുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമാണ് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ്. അത് 2-3 ഘടകങ്ങൾ ഇതിനുള്ള കാരണമായിട്ടുണ്ട്. ഒന്ന്, അത് നരേന്ദ്രമോദി മത്സരിക്കുന്നു, BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം മത്സരിക്കുക എന്നുള്ളത് തീർച്ചയായും ഒരു ഘടകം അത് തന്നെയാണ്. രണ്ടാമതൊരു ഘടകം ഇവിടെ വരുന്നത് ഗുജറാത്തിലെ 26 സീറ്റ്, ഒപ്പം മധ്യപ്രദേശിലെ 29 സീറ്റ്. നരേന്ദ്രമോദിക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിയാകാൻ കഴിയാതെ പോയാൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി നിലയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശിൽ 29 സീറ്റാണുള്ളത്. അപ്പോൾ 26 സീറ്റിൽ കഴിഞ്ഞ തവണ നേടിയ 15 മാത്രമാണ് നേടുന്നതെങ്കിൽ BJP മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണ 16 സീറ്റുകൾ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് തൻ്റെ അപ്രമാദിത്വം തെളിയിക്കണമെങ്കിൽ, അത് വ്യക്തമാക്കണമെങ്കിൽ തീർച്ചയായും ഗുജറാത്തിൽ നിന്നും മധ്യപ്രദേശിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടേണ്ടതുണ്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് 26 സീറ്റ് മാത്രമേ ഉള്ളൂവെങ്കിലും 40ഉം 50ഉം സീറ്റുകളുള്ള അല്ലെങ്കിൽ 80 സീറ്റുകളുള്ള UP നിൽക്കുമ്പോൾ പോലും ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ദാസ് ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗുജറാത്തിൽ മികച്ച പ്രകടനം BJP കാഴ്ചവെക്കാൻ ആകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എത്രത്തോളം സുപ്രധാനമാണ് ഗുജറാത്ത് എന്നാണ് ശ്രീലാൽ വിശദീകരിച്ച്. ശ്രീലാലിലേക്ക് വരും തിരിച്ച്. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ബീഹാറിൽ 4ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ് മറ്റന്നാൾ. അതവിടെ നരേന്ദ്രമോദി വലിയ പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനമാണ്. ഗുജറാത്ത് പോലെ തന്നെ ഇത്തവണ ബീഹാർ. അവിടുത്തെ പ്രധാനപ്പെട്ട നിതീഷിനും ലാലുവിനും എല്ലാം പ്രധാനമാണ്. എത്രത്തോളമാണ് അവിടുത്തെ സ്ഥിതി എന്ന് പറയാൻ നമ്മോടൊപ്പം പട്നയിൽ നിന്ന് ബിനു അരവിന്ദനുണ്ട്. ബിനു, ഇപ്പോഴത്തെ ഒരു ചിത്രം എന്താണ്? എല്ലാവർക്കും അവിടെ കരുത്ത് കാട്ടേണ്ടതുണ്ട്. ഒരുപക്ഷെ നിതീഷ് അല്പം തകർച്ചയിലാണെന്ന സൂചനകളുണ്ട്, ലാലു തിരിച്ചു വരുമെന്നും. പൊതുവിലൊരു ചിത്രം എന്താണ് അവിടെ? ദാസ്, ബീഹാറിൽ ഇതുവരെ 20 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. മറ്റന്നാൾ 7 മണ്ഡലങ്ങളിൽ കൂടി വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇത് തീർച്ചയായും വളരെ ശക്തമായൊരു ത്രികോണ മത്സരം തന്നെയാണ് ബീഹാറിൽ നടക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഈ സംസ്ഥാനത്തെ 4ാം ഘട്ടത്തിലും വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. RJD കോൺഗ്രസ് സഖ്യവും അതുപോലെ തന്നെ BJP LJP സഖ്യവും അതോടൊപ്പം ജനതാദൾ CPI സഖ്യവുമാണ് ഈ മേഖലയിൽ മത്സരിക്കുന്നത്. വളരെ ശക്തമായ എല്ലാ മേഖലകളിലും വളരെ ശക്തമായ മത്സരം തന്നെ നടക്കുന്നു. ജനതാദൾ യുണൈറ്റഡിൻ്റെ ദേശീയ അധ്യക്ഷൻ ശരദ് യാദവ് മധേപുരയിൽ നിന്ന് ജനവിധി തേടുന്നു. അവിടെ പോലും വലിയ തോതിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഈ 7 മണ്ഡലങ്ങളിലും നിലവിൽ 5 സീറ്റുകൾ JDUവിനും അതുപോലെ 2 സീറ്റുകൾ BJPക്കുമാണ്. അതായത്
ഏതാണ്ട് കഷ്ടിച്ച് ഒരു വർഷം മുമ്പ് വേർപിരിഞ്ഞ ഈ സഖ്യം കഴിഞ്ഞ തവണ തൂത്തുവാരിയ ഒരു മേഖല തന്നെയാണിത്. നേരത്തെ നടന്ന മിക്ക സീറ്റുകളിലും ഇതേ തരത്തിലുള്ള ഒരു പോരാട്ടമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും ഇക്കുറിയും ഉണ്ടാവുക. മോദിയെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും വളരെ സുപ്രധാനമായ സംസ്ഥാനം തന്നെയാണ് ബീഹാർ. തീർച്ചയായും ശരി ബിനു, കാര്യങ്ങൾ വിശദീകരിച്ചതിന് തീർച്ചയായും ശ്രീലാൽ, ഈ ബിനു ഇപ്പോൾ സൂചിപ്പിച്ച പോലെ വളരെ നിർണായകമാണ് മോദിക്ക്. അതേസമയം നിതീഷ് എന്ത് സംഭവിക്കുന്നുള്ള നിതീഷിനെ കാത്തിരിക്കുന്ന മറ്റുള്ളവർക്കും പ്രധാനമാണ്. ലാലുവിന് കരുത്ത് കാട്ടേണ്ട സാഹചര്യമുണ്ട്, നേരിട്ട് മത്സര രംഗത്തില്ലെങ്കിലും. എന്താണ് അവിടുത്തെ സ്ഥിതി? ബീഹാറിൽ BJP JDU സഖ്യം പിരിഞ്ഞ ശേഷം ഉണ്ടായ ഒരു സാഹചര്യമാണ് ലാലു പ്രസാദിൻ്റെ ഒരു തിരിച്ചുവരവുള്ള ശ്രമം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ BJPയേക്കാൾ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടത് JDUവിനും ഒപ്പം തന്നെ RJDക്കുമാണ്. ഈ രണ്ട് പാർട്ടികളുടെയും രാഷ്ട്രീയ നിലനിൽപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ നിർണായക ഘടകമായി മാറും. പാർലമെന്റിൽ ഈ രണ്ട് പാർട്ടികൾക്കും വലിയ പ്രാതിനിധ്യം ഉണ്ടാകേണ്ടത് അവരുടെ പ്രാദേശിക പ്രശ്നങ്ങൾ കൊണ്ടുള്ള ഒരു ആവശ്യമാണ്. അതിനോടൊപ്പമാണ് BJPക്ക് അവരുടെ കരുത്ത് തെളിയിക്കേണ്ടത്. JDUവുമായി വഴിപിരിഞ്ഞാലും BJPക്ക് ബീഹാറിൽ കരുത്തുണ്ട് എന്ന് തെളിയിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് LJP എന്നൊരു ഫാക്ടർ ഉണ്ടാകുന്നത്. LJP ദേശീയ തലത്തിൽ വീണ്ടും തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ്. BJP സഖ്യത്തിലേക്ക് പോയ ആദ്യ ജനാധിപത്യ ഭാഗത്ത് നിൽക്കുന്ന ഒരു പാർട്ടി എന്നും കൂടെ പറയാം. അതുകൊണ്ട് ഈ ഘടകങ്ങളെല്ലാം വരുമ്പോൾ തീർച്ചയായും വലിയ പ്രധാനപ്പെട്ട ഇലക്ഷൻ തന്നെയാണ് ബീഹാറിൽ ഇത്തവണ നടക്കുന്നത്. വലിയ പോരാട്ടവും ഇതുകൊണ്ട് തന്നെ ഉണ്ടാകും. ചതുഷ്കോണ മത്സരം തന്നെ ഈ ബീഹാറിൽ ഇത്തവണ നടക്കുന്നത്. നന്ദി ശ്രീലാൽ, ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്. തീർച്ചയായും വളരെ പ്രധാനമാണ് ഈ പറഞ്ഞ പോലെ ബീഹാറിലെയും ഗുജറാത്തിലെയും സാഹചര്യം. പക്ഷേ അതുപോലെ തന്നെ എല്ലാവരും പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. എല്ലാ ഘട്ടത്തിലും ഒരുപക്ഷേ ഉത്തർപ്രദേശ് വളരെ നിർണായകമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ പാർലമെന്റിൽ. ഇത്തവണയും ഉത്തർപ്രദേശ് പല ഘടകങ്ങൾ കൊണ്ട് നിർണായകമാണ്. നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞ പോലെയാണെങ്കിൽ നരേന്ദ്രമോദി ഉൾപ്പെടെ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മേഖലയാണ് ഉത്തർപ്രദേശ്. ഇത്തവണ നമ്മൾ പറഞ്ഞു വരുന്നത് ലക്നൌവിനെ കുറിച്ചാണ്. ലക്നൌവിൽ BJP അധ്യക്ഷൻ രാജ്നാഥ് സിംഗ് തന്നെ മത്സരിക്കുന്നതോടുകൂടി ഒരു വലിയ താരമണ്ഡലമായി അത് മാറിക്കഴിഞ്ഞു. ലക്നൌ നമുക്കറിയാം 91 മുതൽ 2004 തെരഞ്ഞെടുപ്പ് വരെയും തുടർച്ചയായി വാജ്പേയി വിജയിച്ചു വന്ന, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന മണ്ഡലമാണ്. ഇക്കുറി രാജ്നാഥ് സിംഗാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. ഒപ്പം റീത്ത ബഹുഗുണ ജോഷി എതിരെ നിൽക്കുമ്പോൾ വളരെ ശക്തമായ മത്സരം എന്തായാലും ലക്നൌവിൽ നടക്കുന്നുണ്ട്. അതേക്കുറിച്ച് പറയും സതീഷ് കുമാർ ലക്നൌവിൽ നിന്ന്. വിജയലക്ഷ്മി പണ്ഡിറ്റ്, അടൽ ബിഹാരി വാജ്പേയി തുടങ്ങിയ പ്രമുഖരെ വിജയിപ്പിച്ച ചരിത്രമാണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിനുള്ളത്. മുതിർന്ന നേതാക്കളെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മത്സരിപ്പിക്കുകയെന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ തവണ ഗാസിയാബാദിൽ നിന്ന് വിജയിച്ച BJP ദേശീയ അധ്യക്ഷൻ രാജ്നാഥ് സിംഗിനെ ഇത്തവണ ലക്നൌവിലേക്ക് മാറ്റിയത്. 2004 വാജ്പേയി 2,18,000 വോട്ടിനായിരുന്നു ഇവിടെ ജയിച്ചത്. എന്നാൽ 2009 BJPയുടെ ലാൽജി ടണ്ടൻ വിജയിച്ചപ്പോൾ ഭൂരിപക്ഷം 40,000 മാത്രമായി. കഴിഞ്ഞ തവണ രണ്ടാമതെത്തിയ റീത്ത ബഹുഗുണ ജോഷി തന്നെയാണ് ഇത്തവണയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. മോദി തരംഗവും രാജ്നാഥ് സിംഗിന്റെ പ്രതിച്ഛായയും വൻ വിജയം നൽകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് BJP. तो जिस व्यक्ति के नाम का जो है अमेरिका के सीनेट में मेजे थपथपा करके स्वागत किया गया था उसके कार्य का, इसलिए उनसे कोई किसी की लड़ाई ही नहीं है. ന്യൂനപക്ഷ വോട്ടുകളിലാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. Only Rahul ji is having such type of potential and the caliber he has in him, so that he can just motivate people in all across the country without any casteism or communalism. കഴിഞ്ഞ തവണ 1,30,000-ലധികം വോട്ടുകൾ നേടിയ BSPയും സജീവമായി രംഗത്തുണ്ട്. NDAക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മോദിയെ ചൊല്ലി തർക്കമുയരുകയും ചെയ്താൽ സർവ്വസമ്മതനാകാൻ സാധ്യത കൽപ്പിക്കുന്ന നേതാക്കളിൽ പ്രമുഖനാണ് രാജ്നാഥ് സിംഗ്. വാജ്പേയിയുടെ പഴയ മണ്ഡലത്തിൽ രാജ്നാഥ് സിംഗ് മത്സരിക്കുമ്പോൾ ലക്നൌ ദേശീയ ശ്രദ്ധയാകർഷിക്കുന്നതും ഇതുകൊണ്ട് തന്നെ. ക്യാമറാമാൻ ബിനു ബേസിലിനൊപ്പം ലക്നൌവിൽ നിന്ന് സതീഷ് കുമാർ, മനോരമ ന്യൂസ്. ഇനി ലക്നൌവിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളതാണ് എന്താണ് എന്നുകൂടി കേൾക്കൂ. നരേന്ദ്രമോദി തരംഗമൊന്നും UPയിലില്ല. UPയിൽ വിജയം സുനിശ്ചിതമാണ് കോൺഗ്രസിനെന്നാണ് റീത്ത ബഹുഗുണ ജോഷി മനോരമ ന്യൂസിനോട് പറഞ്ഞത്. You can see in Lucknow itself that Mr. Rajnath Singh, who is the national president, he is struggling. And I think the Congress is doing very good in the capital city. So you could assess when the capital city is such an open constituency, then where is the wave? There's no wave. വീണ്ടും നമ്മൾ ആന്ധ്രയിലേക്ക് പോകുമ്പോൾ TRSന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ഇപ്പോൾ ജൂൺ 2 ഒരു പുതിയ സംസ്ഥാനം വരുന്നതെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ TRSും കോൺഗ്രസും തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. ഇന്നലെ രാത്രി വൈകി നടന്നൊരു പ്രചാരണ യോഗത്തിൽ സോണിയാഗാന്ധി TRSനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ആ റിപ്പോർട്ട് കൂടി കാണാം. ആന്ധ്രാപ്രദേശിലെ തെക്കൻ പ്രവിശ്യയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് TRSനും ചന്ദ്രശേഖർ റാവുവിനുമെതിരെ സോണിയാഗാന്ധി ആഞ്ഞടിച്ചത്. TRSനെ പോലുള്ള പാർട്ടികൾക്ക് ആശയങ്ങളും ആദർശങ്ങളും ഇല്ലെന്നും തെലങ്കാനയുടെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള അത്യാർത്തി മാത്രമാണ് ഇവർക്കുള്ളതെന്നും സോണിയ പറഞ്ഞു. TRS और इन सब की ना तो कोई नीति है और ना ही कोई सिद्धांत है. इनका लक्ष्य सिर्फ एक ही है, वह है किसी भी तरह कुर्सी पाने का
इसके लिए ये अपना ईमान भी बेचने के लिए तैयार हो जाएंगे. തെലങ്കാനയിലെ സോണിയാഗാന്ധിയുടെ രണ്ടാമത്തെ റാലിയായിരുന്നു ഇത്. രണ്ട് റാലികളിലും TRSനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു അവർ ഉന്നയിച്ചത്. രാഷ്ട്രീയമായി കോൺഗ്രസിന് ഏറെ തിരിച്ചടി നേരിട്ടതായിരുന്നു ആന്ധ്രാപ്രദേശിനെ വിഭജിക്കാനെടുത്ത തീരുമാനം. തെലങ്കാന രൂപീകരണത്തോടെ TRS കോൺഗ്രസിൽ ലയിക്കുമെന്ന് ഉറപ്പു നൽകിയതായി കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു. 29ാമത് സംസ്ഥാനമായി തെലങ്കാന വന്നെങ്കിലും TRS നിലപാട് മാറ്റുകയായിരുന്നു. ഒടുവിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തെങ്കിലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ലെന്നാണ് വിവിധ അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, മനോരമ ന്യൂസ്. ഇതിനോട് ചേർത്ത് കേൾക്കേണ്ട ചില വാക്കുകളിലേക്ക് കൂടിയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കടക്കുന്നത്. തീർച്ചയായും ഈ തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചതിന്റെ പൈതൃകം അത് ആർക്കും അവകാശപ്പെടാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറ്റില്ല എന്ന് പറയുന്നത് നക്സൽ അനുകൂല കവിയായ ഗദ്ദറാണ്. സാധാരണ ജനങ്ങളുടെ പ്രക്ഷോഭമാണ് ഈ ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചത്. അല്ലാതെ ഈ സമരത്തെ പ്രക്ഷോഭങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് കൂടി ഗദ്ദർ ഹൈദരാബാദിനടുത്ത് വെച്ച് മനോരമ ന്യൂസിന്റെ ജയമോഹനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കൂടി. തെലുഗു കവിതയുടെ ശക്തിയും സൗന്ദര്യവുമാണ് ഗദ്ദർ. തീവ്ര ഇടതുപക്ഷത്തോട് അടുത്തു നിൽക്കുന്ന രാഷ്ട്രീയ നിലപാടുകളിലൂടെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലും ശ്രദ്ധേയനാണ് അദ്ദേഹം. Comrade, you have always been a strong voice for the Telangana movement and Telangana state, and this election will decide who will rule Telangana. So what are your thoughts about your movement and this election? I am a voice of suppressed people, exploiting people of this country, state, as well as the world. The voice cannot be destroyed. The voice cannot be shot dead. Coming to the Telangana, we have given a song and voice as it is in a democratic movement on behalf of the people of Telangana. Like other democratic movements, we are supporting it. We supported it. But the Telangana which the people, Telangana is not yet come. పొడుస్తున్న పొద్దు మీద నడుస్తున్న కాలమా పోరు తెలంగాణమా పోరు తెలంగాణమా కోట్లాది ప్రాణమా. Telangana is quite different from that of the part of the country. Like your Kerala, it has not been ruled by the left parties who left the leftism. So, the people Telangana, they want their land, water, their resources, their forest and their rule. Still it has not come. But the main electoral issue in Telangana is who will get the credit of Telangana formation. See, the Telangana issue is not the issue of the ballot. It is a political issue which has to be resolved politically. It has not resolved. The entire world, India witnessed it, where there was any debate on the parliament, how it has come? Because of the struggles. It is a tradition of for years together, hundreds of years. Racharikam kattimida netturla gayama, doravari gadulallo naligipoyina nyayama, Andhra valasa tootaalaku aaripoyina deepama, మా పాలన మాకేనని మండుతున్న గోలమా అమరవీరుల స్వప్నమా. This is the martyrs. What is your stand on this election? See, you know better my party, for which I am living for years together. The elections which is taking place in India is undemocratic process. Money, media, mafia, kofia, tofia. 5 elements is operating by the electoral. Thank you very much for the conversation and salutes to your dreams and your songs. എനിക്ക് പിന്നിൽ കാണുന്ന ഈ അധികാര കേന്ദ്രങ്ങളെ സ്വാധീനിക്കുക, നിയന്ത്രിക്കുക ആരായിരിക്കും? ഏറ്റവും കുറഞ്ഞ പക്ഷം അടുത്ത 5 വർഷത്തേക്കെങ്കിലും ആ ചോദ്യത്തിനുള്ള ഉത്തരം, ആ ചിത്രം ഇനിയും വ്യക്തമല്ല. അത്തരം റിപ്പോർട്ടുകളും വിശകലനങ്ങളുമായി 2 ആഴ്ച കാലം ഞങ്ങൾ ഇവിടെ തന്നെ കാണും. ഡൽഹിയിൽ നാളെ മുതൽ രാത്രി 8-നായിരിക്കും വോട്ട് ഇന്ത്യ. നമസ്കാരം.